വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീട് പണി ആയതുകൊണ്ട് കുറേ തിരക്കിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ ഹൗസ് വാമിംഗ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേഗം ഗ്യാസിൻ്റെ കാര്യം വേഗം നോക്കിയിട്ടോ. കാരണം ഗ്യാസ് കിട്ടാൻ ഇനി പാടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ടുള്ള ഗ്യാസിൻ്റെ കാര്യം ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലോട്ട് പോയപ്പോൾ. പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള 1-2 കാര്യങ്ങൾ, കോഡ്സ് ഉണ്ടല്ലോ കിച്ചണിൻ്റെ കൗണ്ടറിലോട്ട് ഇടുന്ന കോഡ്സ്, അത് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ കാര്യം നടക്കൂല വീഡിയോ എടുക്കാൻ നിന്നാൽ. കിച്ചൺ വർക്ക്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ മുറ്റം പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കേട്ടു. അപ്പോൾ നമ്മളെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ മുറ്റം പണി തുടങ്ങിയിട്ടുണ്ട്. മുറ്റം പണി ലാസ്റ്റ് വ്ളോഗിലും പറഞ്ഞിരുന്നു മുറ്റം പണി തുടങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്ന് ഇത് നാച്ചുറൽ സ്റ്റോണൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ പണി കാണിച്ചു തരാം. സ്റ്റോൺ ഇങ്ങോട്ടില്ല. ഇവിടെ നാച്ചുറൽ സ്റ്റോണാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ കോബിൾ സ്റ്റോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതാർക്കറിയാം. ഇതാണ് നാച്ചുറൽ സ്റ്റോൺ. നാച്ചുറൽ സ്റ്റോണിൻ്റെ കളറ് അവിടെ കാണുമ്പോൾ ഗ്രേ ആണ്, ഇവിടെ വെച്ചപ്പോൾ വേറെ കളറാണല്ലോ നാച്ചുറൽ സ്റ്റോണിൻ്റെ കളറ്. നോക്കട്ടെ. ഇതിന്റെ ഇതാണ് നിങ്ങൾ പറഞ്ഞ കോബിൾ സ്റ്റോൺ. എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ഇതിൽ? വീടിൻ്റെ അകത്തേക്ക് പോയേക്കാം. ഇവിടെ കാര്യമായിട്ടുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത് വെച്ചു അല്ലേ, കോട്ട സ്റ്റോൺ. നമ്മൾ കോട്ടയാടാണ്. കോട്ടയാട്ടിൽ ഈ ഒരു സ്റ്റോണാണ് വെച്ചിട്ടുള്ളത്. പുറത്തേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ ഒരു സമയത്ത് ക്ലീനാക്കും, പിന്നെ വീണ്ടും അതേപോലെ തന്നെ ആവും. ആഹാ, ഓരോ ദിവസം വരുമ്പോൾ ഓരോ ചേഞ്ചസ് ആണ്. ഈ സ്റ്റെപ്പ് ആയിട്ട് കൂടെ എന്തിന്റെ പൊടിയോ? നല്ല മണം. നെയിൽ പോളിഷിന്റെ റിമൂവിങ് മണമാണ്. നല്ല മണം. ഇവിടെ ക്ലീനാക്കി. ടൈലിപ്പോ അവിടെ നിന്നപ്പോ ഒരു ബേജ് ആയിരുന്നു, ഇവിടെ നിന്നിപ്പോ വൈറ്റ് ആയോ. സബ് കച്ചറ താഴെ കൊണ്ടുവന്നല്ലേ? ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മള് നോക്കാം. ശരിയാക്കിയോ? നമ്മൾ യൂട്ടിലിറ്റി സാധനങ്ങളെല്ലാം കുറേയൊക്കെ ഒഴിവാക്കി അതിൻ്റെ ബോക്സുകളാണ്
അതൊക്കെ 2 റൂമിലും ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അതാ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോൺ കാണുന്നില്ല. ഈ ഭാഗത്ത് പുല്ലാട്ടോ, ഇവിടെ ഗ്രാസാണ് വരുന്നത്. ഈ ഭാഗത്താണ് നാച്ചുറൽ സ്റ്റോണും കോബിൾ സ്റ്റോണും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ UAE കൊണ്ടുവന്നിട്ടുള്ള പെട്ടികളാണത്. കിച്ചൺ ഐറ്റം, ഫ്ലവർ പോട്ട്, കിച്ചൺ ഐറ്റംസ്, കാർഗോ അയച്ച സാധനങ്ങളാണ്. ഇപ്പോഴാണ് എല്ലാം വെട്ടി പൊട്ടിച്ച് സെറ്റാക്കുന്നത്. ഒക്കെ നിസ്കരിക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരണം. നമ്മളെ ആർക്കിടെക്റ്റ് വരുന്നുണ്ട്. സ്റ്റെപ്പ് പറഞ്ഞ് ഇത് നമുക്ക് തന്നെ, എനിക്ക് തന്നെ ഇറങ്ങാൻ വയ്യ. ആർക്കിടെക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ പണിസ്ഥലത്തോട്ട് വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബായ്, ഓക്കെ. ആക്ച്വലി നമ്മളെ വീടിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കണം. നല്ല പണി വേഗം കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട്സൊക്കെ വേഗം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മിക്ക ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ തോന്നുമ്പോൾ വരും, അങ്ങനെയാണ്. അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റ് സമയമായതുകൊണ്ട് തന്നെ ഡെയിലി വരണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് രാത്രിയിലൊക്കെ. യൂട്ടിലിറ്റി മൊത്തം നമ്മൾ രാത്രിയിൽ വന്നിട്ട് ക്ലീൻ ആക്കി ലൈറ്റൊക്കെ ഇട്ടിട്ട് അതത് കഴിഞ്ഞു. വീടിൻ്റെ ബാക്ക് സൈഡ് ഇന്റർലോക്ക്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, ഇത് വെള്ളം പോകാൻ വേണ്ടിട്ട്. റൂയി എടുക്കാം. ചട്നി എവിടെ റോസു? ഓ, ഇവർ രണ്ടാളും കല്യാണത്തിന് പോവാൻ ഒരുങ്ങാണ്. ഓഫാക്കൂല. വാ റോസു, സോക്സ് നീട്ടോ. ഓഫാക്കൂല. നിന്റെ ബാഗ് അതാ, ബ്ലാക്ക് ബാഗ്. റിസ വാ, റിസ. ആരാ? അപ്പം ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ വീട് പണീൻ്റെ അവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് മക്കൾ പറയുന്നുണ്ടായിരുന്നു, മക്കളല്ല റൂഹിയും മിക്കും പറയുന്നുണ്ടായിരുന്നു മസാല ദോശ കഴിക്കണമെന്ന്. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പോകുമ്പം ഇവിടെ പൂട്ടി കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറന്നിട്ട് ഫ്രൂട്ട്സും സ്നാക്കും വെച്ചിട്ട് നോമ്പ് തുറന്ന് നേരെ നമ്മൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഗണപതി ഭവൻ തിരൂരിൽ അവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ചോലെ ഭട്ടൂര് മക്കളും ഞങ്ങൾ ഗീ റോസ്റ്റ് മസാല ദോശ ഇതൊക്കെ. എനിക്കും റൂഹിയും മസാല ദോശൻ്റെ ഭയങ്കര ഫാനാണ്. പക്ഷെ എനിക്കിത് ഒന്നും ഇഷ്ടമില്ല, എപ്പോഴും കഴിക്കാൻ ഇഷ്ടമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഓക്കെ, പക്ഷെ ഇവർക്കൊക്കെ എപ്പോഴും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചോലെ ഭട്ടൂര്, അതുപോലെ മസാല ദോശ, അങ്ങനെ പൂരി ബാജി ഇതൊക്കെ. അപ്പോൾ വല്ലപ്പോഴൊക്കെ. പക്ഷെ എനിക്ക് ഇന്ന് നോമ്പ് തുറന്നിട്ട് ഇത് കഴിക്കാനേ ഒരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം കൊണ്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യേണ്ടി വന്നു. റൂഹിൻ്റെ ഫേസും ഒക്കെ, റൂഹി ആ ഒരു ദോശ കാണുമ്പോഴുള്ളൊരു എക്സ്പ്രഷനൊക്കെ അത്രക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മസാല ദോശ. വീട്ടിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പക്ഷെ അവൾക്കിങ്ങനെ ആ ഒരു അത്രയും ക്രിസ്പായിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും എല്ലാതും വേണം. അതാണ് രസം. മസാല ദോശ മാത്രം പോരാ, അതിൻ്റെ ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും വേണം. എന്താ പൊതികൾക്ക് കഴിച്ചൂടെ? എനിക്ക് രണ്ടിലും ചട്നി അത് വേണം.
എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് മതി. നമ്മൾ 2 ധ്രുവങ്ങളിലാണല്ലേ. എനിക്കൊക്കെ 2 വൈറ്റ് ചട്നി, എനിക്ക് 2 ബീഫ് ചട്നി. എന്ത് തിന്ന്? എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? ഇവിടെ ചട്നി എന്താ പറഞ്ഞ? ചട്നി റൂയി 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 ഇത് പറ. ആ ഓക്കെ ഓക്കെ. റൂയി ചട്നി പറഞ്ഞ നോക്കട്ടെ, പറഞ്ഞ നോക്കട്ടെ. മസാല ദോശ. ഓക്കെ ഇത് പറ. ചട്നി ടീ പറയില്ല, ചട്നി. ചട്നി ചട്നി എന്ത് നമ്മൾ ടോം ആൻഡ് ജെറി ആവണ്ടായിരുന്നു. ഇതാണ് KFC തിന്നുന്ന പാർക്ക്. ഇനി നാത്തൂനെ വിട്ടിട്ട് ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ ഇവർ എടുത്തിട്ട് വേഗം പോകണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നാത്തൂന് എന്തൊക്കെയോ ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി എല്ലാവരും ഇറങ്ങി എന്തോ കഴിക്കാൻ പോയതാട്ടോ. ഞാൻ വണ്ടി തന്നെ ഇരിക്കരുത്. മാങ്ങ തപ്പുക. ഉണക്ക മാങ്ങ. ഓ എന്ത് ടേസ്റ്റാ. വാ വാ. ഇവരെന്താ ലൈറ്റ് ആക്കുന്നത്? നല്ല കിഡ്നി സർവത്ത്, കിടക്കാച്ചി കിഡ്നി സർവത്ത്. അങ്ങനെ വീട്ടിലെത്തി. ഇവിടെ വന്ന പിന്നെ വർത്താനം പറഞ്ഞിരിക്കൽ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ മെയിനായിട്ട് നമ്മളെല്ലാവരും കൂടി വന്നിട്ടുള്ളത് യൂട്ടിലിറ്റിയിൽ കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലീനാക്കി എന്താ അവിടെ പെയിൻറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. എല്ലാം കൂടി നമ്മളും കൂടി റെഡി ആവണതിന്. അപ്പം അതൊക്കെ ചെയ്തു. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വ്ളോഗ് ഇൻഷാല്ലാ നമ്മുടെ മോഡുലാർ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോസും പെൻഡിങ് ആണ് ഇപ്പോൾ. എന്തായാലും ഇൻഷാല്ലാ അതൊക്കെ ഉടൻ തന്നെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.